ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് നൽകുന്ന വലിയൊരു നിഅമത്താണ് പരിശുദ്ധമായ റമദാൻ. ബാക്കിയുള്ള 11 മാസങ്ങളിലും നേടിയെടുക്കാൻ പറ്റാത്ത, തുല്യതയില്ലാത്ത പ്രതിഫലം നൽകുന്ന പുണ്യമാസമാണ് റമദാൻ. ഏത് ചെറിയ പ്രവർത്തനങ്ങൾക്കും വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഒരാൾ നോമ്പ് നിൽക്കുകയും അമലുകൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ മുൻകഴിഞ്ഞു പോയ സകല ദോഷങ്ങളും പുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും ഖുർആൻ പാരായണങ്ങളിൽ മുഴുകുവാനും മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒരുപാട് കിതാബുകളിൽ മാത്രം ജീവിതം ചെലവഴിച്ചിരുന്ന പണ്ഡിതന്മാർ പോലും കിതാബുകളൊക്കെ അടച്ചു വെച്ച് സദാസമയം ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് പരിശുദ്ധമായ ഖുർആനുകൾ ഒരുപാട് പാരായണം ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ.